സ്വരലയ. എല്ലാവർക്കും നമസ്കാരം. സ്വരലയ അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സപ്തസ്വരങ്ങൾ പാടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് സപ്തസ്വരങ്ങൾ എങ്ങനെ താളത്തിൽ പാടുന്നു എന്ന് നോക്കാം. അപ്പം താളം എന്ന് പറഞ്ഞാൽ ആദ്യ താളം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ ആദ്യം പഠിക്കുന്ന താളമാണ് ആദ്യ താളം എന്ന് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതങ്ങനെ അല്ലായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആദ്യ താളം എങ്ങനെ ഇടുന്നു എന്ന് നമുക്കിത് നോക്കാം. ആദ്യം എൻ്റെ വീഡിയോ ഇങ്ങനെയാണ്, നമ്മൾ കാലിൽ അടിച്ചാണ് പാടേണ്ടത്. നമ്മൾ വലത് കൈ നമ്മുടെ വലത് കാലിലാണ് ഇട്ട് താളം ഇടേണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കാണിക്കുകയാണ്. എന്നിട്ട് ശ്രദ്ധിക്കുക. ആദ്യ താളം ഇടുമ്പോൾ ആദ്യം ഫസ്റ്റ് ഒരടി ഫസ്റ്റ് ഫിംഗർ, ആദ്യത്തെ വിരൽ, അതായത് ഇത് നമ്മുടെ കുഞ്ഞു വിരൽ, അണി വിരൽ എന്ന് പറയും. അണി വിരൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ബേബി ഫിംഗർ എന്ന് പറയും. കുഞ്ഞു വിരൽ, അതിൻ്റെ തൊട്ടടുത്ത വിരൽ മോതിര വിരൽ എന്ന് പറയും. തൊട്ടിപ്പുറത്ത് മിഡിൽ ഫിംഗർ, വീണ്ടും അടി, ഇങ്ങനെ വീച്ച്, വീണ്ടും അടി, പിന്നെ വീച്ച്. ഇങ്ങനെയാണ് ആദ്യ താളം ഇടുന്നത്. അപ്പം എങ്ങനെയാണ് ആദ്യ താളം എങ്ങനെ ഇടുന്നതാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യം അടി, ഫസ്റ്റ് ഫിംഗർ ആദ്യത്തെ വിരൽ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, അടി, വീച്ച്, അടി, വീച്ച്. ഇതിൽ നമ്മളുടെ തമ്പ് വിരലും ചൂണ്ട് വിരൽ, ഈ രണ്ട് വിരലുണ്ടല്ലോ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ 3 ഫിംഗേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ താളം ഇടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ താളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പാടിയ സപ്തസ്വരങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒന്നാം കാലം, അതായത് ഫസ്റ്റ് സ്പീഡ്. ഒന്നാം കാലം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ അടിയിലും ഓരോ അക്ഷരം വെച്ച് പാടുന്നതാണ് ഒന്നാം കാലം. ഓരോ അടിയിലും ഓരോ അക്ഷരം വെച്ച്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മാത്തമാറ്റിക്കലി ആണ് പാടുന്നത്. ഓരോ അടിയിലും ഓരോ അക്ഷരം വെച്ച് പാടുന്ന ഒന്നാം കാലം, ഫസ്റ്റ് സ്പീഡ്. പിന്നീട് ഇൻക്രീസിങ് ഓർഡർ ആണ്, ഇരട്ടിച്ച് വരുവാണ്. സെക്കൻഡ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടാം കാലം എന്ന് പറയുമ്പോൾ ഓരോ അടിയിലും 1+1 രണ്ടക്ഷരം, 1+1 2 രണ്ടക്ഷരം വെച്ചാണ് രണ്ടാം കാലത്തിൽ പാടുന്നത്. പിന്നെ തേർഡ് സ്പീഡ്, അതായത് മൂന്നാം കാലം വരുമ്പോൾ അപ്പം എങ്ങനെ വരും? 2+2 4, അങ്ങനെ 2 4 അക്ഷരം വെച്ച് വരും ഒരടിയിൽ തന്നെ. ഇപ്പൊ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. അടുത്തത് നാലാം കാലം. നാലാം കാലത്തിൽ എത്രയാ? 4+4 8, 4 4 8, അങ്ങനെ 8 അക്ഷരം വെച്ച് വരും. ഒരടിയിലും ഓരോ ഫിംഗറിലും 8 അക്ഷരം വെച്ച് വരും. അതാണ് നാലാം കാലം. ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ ഇരട്ടിച്ച് വരുന്ന രീതിയാണ് നമ്മുടെ താളവും സ്വരങ്ങൾ പാടുമ്പോഴും അത് രണ്ടും കൂടെ യോജിച്ച് വരണം. അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. നോക്കാം, ഒന്നാം കാലത്തിൽ താളമിട്ട് എങ്ങനെ പാടുന്നു എന്ന് നോക്കാം. ഞാൻ ആ താളം ഇടുന്ന രീതി മനസ്സിലായല്ലോ. ഓരോ അടിയിലും ഓരോ ഫിംഗറിലും ഓരോ സ്വരങ്ങൾ വെച്ച് വരുന്ന പാടുന്നതുകൊണ്ടാണ് ഇതിനെ ഒന്നാം കാലം എന്ന് പറയുന്നത്. അത്രയും സസ്റ്റെയിൻ ചെയ്ത്, അതായത് സസ്റ്റെയിൻ ചെയ്ത് നീട്ടി പാടി വേണം നമ്മൾ ഒന്നാം കാലത്തിൽ പാടാൻ. രണ്ടാം കാലം സെക്കൻഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും?
ഓരോ അടിയിലും 2 അക്ഷരം വെച്ച് പാടും. എങ്ങനെയാ നമുക്ക് നോക്കാം. സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ. ഇങ്ങനെയാണ് രണ്ടാം കാലത്തിൽ പാടുന്നത്. ഒന്നും കൂടെ നോക്കാം. സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ. ഇങ്ങനെയാണ് സെക്കൻഡ് സ്പീഡ് പാടുന്നത്. അപ്പം ഓരോ അടിയിലും 2 അക്ഷരം വെച്ചാണ് നമ്മൾ പാടിയത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ രി ഗ മ പ ധ നി സ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എഴുതിയിടുന്നുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്തത് തേർഡ് സ്പീഡ്. തേർഡ് സ്പീഡിൽ എത്ര സ്വരങ്ങൾ വെച്ച്? 4 സ്വരങ്ങൾ വെച്ച്. എങ്ങനെ പാടുന്നത് നോക്കാം. സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. ഇങ്ങനെ വരും. നിങ്ങൾ നോക്കാം. സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. ഇതപ്പം എങ്ങനെയാ? ഒരടിയിലും 4 സ്വരങ്ങൾ വെച്ച്. സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. അങ്ങനെ 4 സ്വരങ്ങൾ വെച്ചാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുന്നത്? സപ്തസ്വരങ്ങൾ എങ്ങനെ താളത്തിൽ പാടുന്നു എന്ന് നോക്കി. സപ്തസ്വരങ്ങൾ എങ്ങനെ താളത്തിൽ പാടുന്നു? ഒന്നാം കാലത്തില് ഓരോ അടിയിലും ഓരോ സ്വരങ്ങൾ വെച്ച് പാടുന്നു. രണ്ടാം കാലത്തില് ഓരോ അടിയിലും 2 സ്വരങ്ങൾ വെച്ച് പാടുന്നു. മൂന്നാം കാലത്തില് ഓരോ അടിയിലും ഓരോ ഫിംഗറിലും എത്ര സ്വരങ്ങൾ വെച്ച്? 4 സ്വരങ്ങൾ വെച്ച് പാടുന്നു. നമ്മളിന്ന് 3 കാലമേ നോക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സ്വരലയ അക്കാഡമിയുടെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ശ്രുതി ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആ ശ്രുതി ചേർത്ത് വേണം എല്ലാവരും പാടാൻ. എല്ലാവരും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സ്വര